മനുഷ്യന്റെ ജീവിതത്തെ ഒരു വിധി കാത്തിരിപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, കർത്താവായ യേശുവിലേക്ക് തിരിച്ചു വന്ന് തനിക്ക് കുറവുണ്ടെങ്കിൽ അതൊരു മനുഷ്യൻ അംഗീകരിക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിയും ചിന്തിക്കരുത് ഞാൻ പെർഫെക്റ്റ് ആണ്, എനിക്ക് കുമ്പസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പാപമില്ല, ഞാൻ നല്ലവനാണ് എന്ന് ചിന്തിക്കരുത്. അങ്ങനെ നല്ലവൻ ഇല്ല എന്ന് പറയുന്ന പുസ്തകമാണ് ബൈബിൾ. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായം എടുക്കുക. അവിടെ വചനം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, സന്ദേഹത്തിന് സാധ്യതയില്ലാതെ ഒരു സത്യം പ്രഖ്യാപിക്കുന്നു. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: നീതിമാനായി ആരുമില്ല, ഒരുവൻ പോലുമില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യണം? മനുഷ്യൻ അവന്റെ തെറ്റുകളെ കുറിച്ച് അനുദപിക്കണം. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ മനുഷ്യൻ പാപത്തിൽ ജീവിക്കരുത്, തെറ്റ് ചെയ്യരുത്, അക്രമത്തിലും കൊലപാതകത്തിലും ചതിയിലും വഞ്ചനയിലും? അതായത് ചില മനുഷ്യരുണ്ടെന്നറിയാം, എന്ത് ചതി ചെയ്താലും, എന്ത് മനുഷ്യനെ വഞ്ചിച്ചാലും ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പള്ളിയിൽ നിന്ന് കുർബാനയിലും പങ്കെടുത്ത് കുർബാനയെ സ്വീകരിച്ച് കുമ്പസാരിക്കാതെ കുർബാനയെ സ്വീകരിച്ച് പോകുന്ന ആളുകളുണ്ട്. മനസാക്ഷിക്കത്ത് പാപബോധം എന്നൊരു സാധനം 7 അയലത്ത് പോലും വന്നിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഒരു മനുഷ്യനോട് പിണങ്ങിയിരുന്നിട്ട് യേശുവിന്റെ സ്നേഹത്തിന്റെ കൂദാശയിൽ നാവ് നീട്ടാൻ പറ്റുന്നത്? എങ്ങനെയാണത് പറ്റുന്നത്? അത് പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് പറ്റുമോ? അത് ഒരാളോട് 5 കൊല്ലം 10 കൊല്ലമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, വൈരാഗ്യത്തിലാണ്, വെറുപ്പിലാണ്, അയാളെ ദ്രോഹിക്കാവുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്തിട്ട് ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഭർത്താവിനെ പീഡിപ്പിച്ചിട്ട്, ഭാര്യയെ പീഡിപ്പിച്ചിട്ട് എങ്ങനെയാണ് പോയി ഭക്തരായിട്ട് നിൽക്കാൻ പറ്റുന്നത്? അതായത് പള്ളി പോയത് കൊണ്ടെല്ലാം നല്ലതാവുമെന്ന് ആരും ചിന്തിക്കരുത്. പള്ളിയിൽ പോയി നിന്നത് കൊണ്ട്, കൺവെൻഷന് വന്നത് കൊണ്ടൊക്കെ എല്ലാം നല്ലതാവുമെന്ന് ആരും വിചാരിക്കരുത്. മറിച്ച് കർത്താവ് പറയുന്നുണ്ട്, മനുഷ്യന്റെ ജീവിതത്തിലെ തെറ്റുകളെ തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും തിരുത്തുകയും ചെയ്യണം. ജെറമിയ പ്രവചനത്തിന്റെ 7-ാം അധ്യായം എടുക്കാം. 7-ാം അധ്യായം, ജെറമിയ പ്രവചനം 7-ാം അധ്യായം 1 മുതൽ. കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു: നീ കർത്താവിന്റെ ആലയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളംബരം ചെയ്യുക: കർത്താവിനെ ആരാധിക്കാൻ ഈ വാതിലുകളിലൂടെ പ്രവേശിക്കുന്ന യൂദാ നിവാസികളെ, കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങളുടെ മാർഗങ്ങളും പ്രവൃത്തികളും നേരെയാക്കുവിൻ, എങ്കിൽ ഈ സ്ഥലത്ത് വസിക്കാൻ ഞാൻ നിങ്ങളെ അനുവദിക്കാം. കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം, കർത്താവിന്റെ ആലയം എന്ന പൊള്ള വാക്കുകളിൽ ആശ്രയിക്കരുത്. മനസ്സിലായോ? ഞാൻ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ ആ സംഘടനയിൽ, ഈ സംഘടനയിൽ, ആ ഗ്രൂപ്പിൽ, ആ മിനിസ്ട്രിയിൽ, ആ കൂട്ടായ്മയിൽ, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ അബ്രാഹത്തിന്റെ മക്കളാണ് എന്നതിൽ നിങ്ങൾ സന്തോഷിക്കണ്ട, കർത്താവ് പറയാണ്. മറിച്ച് മാനസാന്തരപ്പെടുവിൻ.